ഈ ഒരു കാര്യം ഞാൻ അധികം ആൾക്കാരോടും പറഞ്ഞിട്ടില്ല. ബേസിക്കലി 16ാമത്തെ വയസ്സിലാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ചലഞ്ച് ഞാൻ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്നത്. അതായത് എന്നെ ട്രസ്റ്റ് ചെയ്ത് എൻ്റെ ബിസിനസ്സും എൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എൻ്റെ ഫാമിലിയിൽ വെരി ക്ലോസ് സർക്കിളിൽ കുറച്ച് പേര് എൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്തു. ബേസിക്കലി എൻ്റെ കൂടെ പാർട്ട്നേഴ്സായി. ആ ഒരു ക്യാപിറ്റൽ എന്നെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ വന്നപ്പോൾ അത് ഒരു ക്വിക്ക് സ്കെയിലിങ്ങിലോട്ട് ഞാൻ എൻ്റെ ടോട്ടൽ ബിസിനസ്സിനെ മൂവ് ചെയ്യുകയും അതിൽ നിന്നുണ്ടായ ഒരു ഹിറ്റ് കാരണം എനിക്ക് വലിയൊരു ലോസ് ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് എനിക്കിത് ഫാമിലിയിൽ പോലും പറയാൻ പറ്റില്ല, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല. ബിക്കോസ് ഈ സർക്കിളിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം, പാർട്ട്നേഴ്സായിട്ട് ആളുകളോട്ട് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ പോകും, അവർ പാനിക് ആവാം, അവർക്ക് എന്നോട് ട്രസ്റ്റ് ബ്രേക്ക് ആവാം. അതുപോലെ ഏർലി സ്റ്റേജസിൽ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ചിലപ്പോൾ എന്നെ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എടുക്കാൻ സമ്മതിക്കാതിരിക്കാം. അങ്ങനത്തെ കുറേ കൺഫ്യൂഷൻസ് എൻ്റെ മുന്നിൽ വന്നു. എൻ്റെ മുന്നിൽ ഒറ്റ ഓപ്ഷനുള്ളൂ, ഇതെല്ലാം കൂടെ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യണം. അന്ന് അത്രയും പ്രഷറും ടെൻഷനും കാര്യങ്ങളും എൻ്റെ ലൈഫിൽ വന്നിട്ടും എനിക്കത് ഒരാളോട് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ ഇരുന്നിട്ടും ഞാനതെല്ലാം ഒതുക്കി കൂടി ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ആ സമയത്ത് കറക്റ്റായിട്ടുള്ള മെൻറ്റർഷിപ്പും കാര്യങ്ങളെടുത്ത് കറക്റ്റായിട്ടുള്ള ആളുകളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നെറ്റ്വർക്ക് ചെയ്ത് ക്യാപിറ്റലിൻ്റെ ഡിപ്ലോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ 4 phase ആയിട്ട് മാറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള റിസ്കുകൾ എടുത്ത് മുന്നോട്ട് വന്നപ്പോഴാണ് ആ ഒരു ഫേസ് എനിക്കൊരു 1 to 2 years എടുത്തിട്ടാണ് എനിക്ക് സോർട്ടപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. ഇന്ന് ഞാൻ നോക്കുന്ന സമയത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ടോ ഇതിനെല്ലാം വരുന്ന സമയത്തും ഞാൻ നോക്കുന്നത് ആ 16 വയസ്സുകാരനാണ്. ശരിക്കും നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രഷറും ടെൻഷനും ഒക്കെയുള്ള സ്ട്രെസ്സായിട്ട് നിൽക്കുന്ന സമയത്ത് വെരി കാം ആൻഡ് ക്വയറ്റായിട്ട് ചിരിച്ചുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഒരു മനുഷ്യന് പറ്റുന്ന ഏറ്റവും വലിയ സൂപ്പർ പവർ എന്ന് പറയുന്നത്. ഇത് നമ്മളെ സ്കൂളിലും കോളേജിലും നമുക്ക് കോഴ്സ് എടുത്തിട്ടൊന്നും പഠിക്കാൻ പറ്റുന്ന സാധനമല്ല. നമ്മളെ എക്സ്പീരിയൻസ് കൊണ്ടും നമ്മളുടെ ഫെയിലേഴ്സ് കൊണ്ടും നമുക്ക് പഠിക്കാൻ പറ്റുന്ന സംഭവമാണ്. ആ ഒരു സൂപ്പർ പവർ ഉള്ള ആൾക്കാരാവണം നമ്മൾ ഓരോ ആളുകളും എന്നുള്ളതാണ്.